അഭിനയിക്കാതെ തന്നെ താരമായി മാറിയ താരപുത്രിയാണ് മീനാക്ഷി ദിലീപ്. അച്ഛനൊപ്പം പോവാനാണ് ആഗ്രഹമെന്ന് മനസ്സിലാക്കി മഞ്ജുവും ആ തീരുമാനം അംഗീകരിക്കുകയായിരുന്നു. പിന്നീട് ഒരിക്കലും മഞ്ജുവോ മീനാക്ഷിയോ ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. പ്രണയവിവാഹത്തിലൂടെ ഒന്നിച്ചവരാണെങ്കിലും ഇടയ്ക്ക് വെച്ച് വേർപിരിയുകയായിരുന്നു ദിലീപും മഞ്ജുവും. കുഞ്ഞു മീനാക്ഷിക്ക് അന്ന് അച്ഛനൊപ്പമായിരുന്നു. അവരെ അവരുടേതായ ലോകത്ത് വിട്ട് തൻ്റെ കാര്യങ്ങളിലേക്ക് ഒതുങ്ങുകയായിരുന്നു മഞ്ജു വാര്യർ. പുത്തൻ ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ കാണുമ്പോൾ അമ്മയെപ്പോലെ എന്നാണ് എല്ലാവരും മീനാക്ഷിയോട് പറയാറുള്ളത്. മീനാക്ഷിയാവട്ടെ മൗനം പാലിക്കാറാണ് പതിവ്. അപൂർവമായി മാത്രമാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ സംസാരിച്ചത്. അപ്രതീക്ഷിത പ്രതിസന്ധിയിൽ കുടുംബം ഒന്നടങ്കം തളർന്നുപോയപ്പോൾ ശക്തയായി നിന്നത് മീനാക്ഷിയായിരുന്നു. കുട്ടിക്കാലത്ത് തന്നെ അഭിനയിക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നിരുന്നെങ്കിലും അതിലൊന്നുമായിരുന്നില്ല മീനാക്ഷി ശ്രദ്ധിച്ചത്. ഡോക്ടറാവണമെന്ന ആഗ്രഹം സഫലീകരിക്കാനുള്ള പ്രയത്നത്തിലായിരുന്നു. വർഷങ്ങൾ നീണ്ട ശ്രമത്തിനൊടുവിൽ ആഗ്രഹം പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു. ഗ്രാജുവേഷൻ ചടങ്ങിലേക്ക് കാവ്യയ്ക്കൊപ്പമായിരുന്നു ദിലീപ് പോയത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ മകൾ ജോലിയിൽ കയറിയെന്നും ദിലീപ് പറഞ്ഞിരുന്നു. ഇനിയും പഠിക്കണം, ഡെർമറ്റോളജിയിൽ PG ചെയ്യണമെന്ന ആഗ്രഹം മീനാക്ഷി പറഞ്ഞിരുന്നതായും ദിലീപ് വ്യക്തമാക്കിയിരുന്നു. അഭിമുഖങ്ങളിലെല്ലാം മീനാക്ഷിയെക്കുറിച്ച് വാചാലനാവാറുണ്ട് അദ്ദേഹം. മഹാലക്ഷ്മിയുടെ കുസൃതികളൊക്കെ കാണുമ്പോൾ പലപ്പോഴും മീനാക്ഷിയെ ഓർമ്മ വരാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ മീനാക്ഷിയോട് അഭിപ്രായം ചോദിക്കാറുണ്ട്. മായാമോഹിനിയിലെ വേഷം ചെയ്യുന്ന സമയത്ത് ഇത് വേണോ അച്ഛാ എന്ന് മകൾ ചോദിച്ചതായി ദിലീപ് പറഞ്ഞിരുന്നു. നായികയ്ക്കൊപ്പം ഡാൻസ് ചെയ്യുന്ന രംഗങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ അച്ഛാ നാറ്റിക്കല്ലേ, എങ്ങനെയെങ്കിലും ജീവിച്ചു പൊയ്ക്കോട്ടെ എന്ന് മീനൂട്ടി പറഞ്ഞു അത്രേ. അച്ഛൻ്റെ ഡാൻസിൽ മകൾ തൃപ്തിയായിരുന്നില്ല. ആ സാഹസം വേണമായിരുന്നോ എന്ന് ചോദിച്ചിരുന്നു. സിനിമയിലെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറയാറുണ്ട്. റിലീസ് ദിവസം തന്നെ അവൾ പോയി സിനിമ കാണും. കൃത്യമായി തന്നെ അഭിപ്രായങ്ങളും പറയാറുണ്ട്. വിമർശിക്കാനൊന്നും ഒരു മടിയുമില്ല. മുന്നൊരിക്കൽ മീനാക്ഷിയെ പറ്റിക്കാനായി ശ്രമിച്ചതും അത് പാളിപ്പോയതിനെക്കുറിച്ചും പറഞ്ഞുള്ള ദിലീപിൻ്റെ വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. കുഞ്ഞിക്കൂനൻ്റെ വേഷത്തിൽ വന്ന സമയത്ത് പുള്ളിക്കാരി ചെറുതാണ്, അച്ഛൻ്റെ ചേട്ടനാണ് എന്നൊക്കെയാണ് അവളോട് പറഞ്ഞത്. ഇപ്പോഴത്തെ മഹാലക്ഷ്മിയുടെ പ്രായമായിരുന്നു അവൾക്ക്. എന്തോ ഇങ്ങനെ പറഞ്ഞപ്പോൾ അച്ഛാ മിണ്ടാണ്ടിരിക്കെ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ വേഷം കെട്ടെന്നും അവളുടെ അടുത്ത് വിലപ്പോവില്ലെന്ന് മനസ്സിലായത്. അത്ര നേരം വേറെ ആളാണെന്നുള്ള രീതിയിൽ അവൾക്ക് ആക്ട് ചെയ്യുകയും ചെയ്തു. അവളെ അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റില്ല എന്നായിരുന്നു ദിലീപ് പറഞ്ഞത്. മഹാലക്ഷ്മിയുമായി നല്ല കൂട്ടാണ് മീനാക്ഷി.